വാട്ടർ പ്യൂരിഫിക്കേഷൻ ടെക്നിക്കിലെ സ്മോൾ സ്കെയിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്താണെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷനും പിന്നെ അതുപോലെ തന്നെ വെൽ ക്ലോറിനേഷനാണുള്ളത്. ഇത് ഫസ്റ്റിൽ വരുന്നത് ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷനാണ്. എന്തൊക്കെയാണ് ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷനിലെ ടെക്നിക്ക്? എന്തൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാവുന്ന വെള്ളം, അതുപോലെ തന്നെ വീട്ടിലെ ജലസ്രോതസ്സുകൾ ഡിസിൻഫെക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്, പ്യൂരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ടെക്നിക്കായിട്ട് ബോയിലിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ഹൗസ് ഹോൾഡ് പർപ്പസിന് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബോയിലിംഗ്. വെള്ളം ചൂടാക്കുക. അത് എങ്ങനെയാണ്? 10 മുതൽ 20 മിനിറ്റ് റോളിംഗ് ബോയിലിംഗ് എന്ന് പറയും. 10 മുതൽ 20 മിനിറ്റ് ചൂടാക്കുന്നത് വഴി നമുക്ക് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന പത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ, സ്പോർ, സിസ്റ്റ്, അതുപോലെ തന്നെ മറ്റ് മൈക്രോ ഓർഗാനിസംസ് എല്ലാം നശിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഈ ബോയിലിംഗ് വഴി നല്ലൊരു പ്യൂരിഫിക്കേഷൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വീടുകളിൽ ഹൗസ് ഹോൾഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് ബോയിലിംഗ് ടെക്നിക്ക്. ഈ ബോയിലിംഗ് ടെക്നിക്ക് നമുക്കിപ്പം ഈ ഹാർഡ്നെസ് എന്ന് പഠിച്ചിട്ടില്ലേ? ഇപ്പം ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബെസ്റ്റ് മെത്തേഡാണ് ബോയിലിംഗ്. ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ബോയിലിംഗ്. ഇനി അതിൽ വരുന്നത് അടുത്തത് വരുന്നത് ഇനി ബോയിലിംഗ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കെമിക്കൽ ഡിസിൻഫെക്ഷനാണ്. കെമിക്കൽ ഡിസിൻഫെക്ഷനിൽ കെമിക്കലുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് വാട്ടർ ഡിസിൻഫെക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ കെമിക്കലുകളാണ് ഉപയോഗിക്കുക എന്നാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പം അതിനകത്ത് വരുന്നത് ഫസ്റ്റിൽ വരുന്നത് ബ്ലീച്ചിങ് പൗഡറാണ്. ബ്ലീച്ചിങ് പൗഡർ നമ്മൾ സാധാരണയായിട്ട് വീടുകളിലും എല്ലാം ഉപയോഗിക്കുന്നതാണ്, എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ വെച്ച് എങ്ങനെയാണ് നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ നടത്തുക, അപ്പോൾ എന്തൊക്കെയാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതാണ് അടുത്തത്. കെമിക്കൽ ഡിസിൻഫെക്ഷനിലെ ഫസ്റ്റ് പോയിന്റ് ബ്ലീച്ചിങ് പൗഡർ. നമുക്കറിയാം ബ്ലീച്ചിങ് പൗഡറിന് നമുക്ക് എന്താണ് പറയുക? കെമിക്കലി ബ്ലീച്ചിങ് പൗഡർ ഈസ് ക്ലോറിനേറ്റഡ് ലൈം. ചുണ്ണാമ്പ് കല്ലിൽ ക്ലോറിൻ കടത്തിവിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. ബ്ലീച്ചിങ് പൗഡർ ഈസ് എ ക്ലോറിനേറ്റഡ് ലൈമാണ്. ഓക്കെ. വൈറ്റ് അമോർഫസ് പൗഡർ വിത്ത് പങ്കൻറ്റ് സ്മെൽ ഓഫ് ക്ലോറിൻ. ക്ലോറിൻ്റെ മണമുള്ള വെള്ള നിറത്തിലുള്ള പൊടിയാണ് ബ്ലീച്ചിങ് പൗഡറായിട്ട് നമുക്ക് ലഭ്യമാകുന്നത്. നമുക്ക് അത് അതിനകത്ത് നമുക്കിപ്പോൾ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ബ്ലീച്ചിങ് പൗഡറിൽ ഏകദേശം 33% അവൈലബിൾ ക്ലോറിൻ ഉണ്ടായിരിക്കും. ഒരു ഗുഡ് ക്വാളിറ്റി ബ്ലീച്ചിങ് പൗഡറിൽ 33% അവൈലബിൾ ക്ലോറിൻ ഉണ്ടായിരിക്കണം. ഈ ക്ലോറിനാണ് ശരിക്കും ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡറിലെ. ഓൺ എക്സ്പോഷർ ടു എയർ, ലൈറ്റ് ആൻഡ് മോയ്സ്ചർ ഇറ്റ് റാപ്പിഡ്ലി ലോസ് ദി ക്ലോറിൻ കണ്ടൻറ്റ്. നമുക്കറിയാമല്ലേ ബ്ലീച്ചിങ് പൗഡർ സംരക്ഷിക്കുന്നത് ഒരു ഡാർക്ക് കളർ ബാഗിൽ അല്ലെ കവറിലൊക്കെ ആവും ബ്ലീച്ചിങ് പൗഡർ സംരക്ഷിക്കുന്നത്. എന്തിനാണെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് എക്സ്പോഷർ ലൈറ്റിലും വായുവിലൊക്കെ അതുപോലെ തന്നെ മോയ്സ്ചറിലൊക്കെ എക്സ്പോഷർ ആകുമ്പോൾ ഈ ക്ലോറിൻ കണ്ടൻറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കവറിൽ അധികം ലൈറ്റ് കോണ്ടാക്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ സൂക്ഷിക്കുന്നത്. അവോയ്ഡ് ദിസ് ഇറ്റ് ഈസ് എ മിക്സ്ചർ വിത്ത് എക്സസ് ഓഫ് ലൈം ഈസ് കാൾഡ് സ്റ്റെബിലൈസ്ഡ് ബ്ലീച്ച് എന്ന് പറയുന്നത്. അത് നമുക്കെന്ത് ചെയ്യുന്നു? എക്സസ് ഓഫ് ലൈമിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഇതിന് പറയുന്നത് സ്റ്റെബിലൈസ്ഡ് ബ്ലീച്ച് എന്നാണ് പറയുന്നത്. അത് അവോയ്ഡ് ചെയ്യാനാണ്. ടു അവോയ്ഡ് ദിസ് ഇറ്റ് ഈസ് മിക്സ് വിത്ത് എക്സസ് ഓഫ് ലൈം ഈസ് കോൾഡ് സ്റ്റെബിലൈസ്ഡ് ബ്ലീച്ച് എന്ന് പറയും. സ്റ്റെബിലൈസ്ഡ് ബ്ലീച്ച് അതായത് നമ്മുടെ ഈ ലൈമിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരുമ്പോൾ അതിന് പറയുന്ന പേരാണ് സ്റ്റെബിലൈസ്ഡ് ബ്ലീച്ച് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളത് സ്റ്റോർ ചെയ്യുന്നത് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ഡാർക്ക്, കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിലാണ്. അതിൻ്റെ കൊറോഷൻ, അതിൻ്റെ ക്ലോറിൻ്റെ കണ്ടൻറ്റ് അതൊന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഡാർക്കായിട്ടുള്ള കൂൾ സ്ഥലങ്ങളിലാണ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയെന്ന് നോക്കി. അടുത്ത് വരുന്ന ക്ലോറിൻ സൊല്യൂഷനാണ്. ക്ലോറിൻ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് തന്നെ ക്യാൻ ബി മെയ്ഡ് ഫ്രം ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറിൽ നിന്ന് തന്നെയാണ് ക്ലോറിൻ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? 4 കിലോ ഓഫ് ബ്ലീച്ചിങ് പൗഡർ വിത്ത് 25% ഓഫ് അവൈലബിൾ ക്ലോറിൻ മിക്സ്ഡ് വിത്ത് 20 ലിറ്റർ ഓഫ് വാട്ടർ ഗിവ് 5% സൊല്യൂഷൻ ഓഫ് ക്ലോറിൻ. എങ്ങനെയാണെങ്കിൽ 25% അവൈലബിൾ ക്ലോറിനുള്ള 4 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ 20 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. 20 ലിറ്റർ വെള്ളത്തിൽ 4 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്താൽ നമുക്ക് 5% ക്ലോറിൻ സൊല്യൂഷൻ, 5% ഉള്ള സൊല്യൂഷൻ ക്ലോറിൻ സൊല്യൂഷൻ നമുക്ക് ലഭ്യമാകും. ആ 20 ലിറ്റർ വെള്ളത്തിൽ 4 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്യുമ്പോൾ
നമുക്ക് ആ വെള്ളത്തിൽ 5% സൊല്യൂഷൻ ഉണ്ടാവും. അങ്ങനെയാണ് ക്ലോറിൻ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. റെഡിമെയ്ഡ് ക്ലോറിൻ സൊല്യൂഷൻ ഈസ് ഡിഫറെൻറ്റ് സ്ട്രെങ്ത് ആർ അവൈലബിൾ. റെഡിമെയ്ഡായിട്ട് ലഭ്യമാണ്, അതിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് ക്ലോറിൻ സൊല്യൂഷൻ പറയുന്നത്. ലൈക്ക് ബ്ലീച്ചിങ് പൗഡർ, ക്ലോറിൻ സൊല്യൂഷൻ ആൾസോ ലോസസ് ഇറ്റ് ക്ലോറിൻ കണ്ടൻറ്റ് വൈൽ എക്സ്പോഷർ ടു എയർ, ലൈറ്റ്, മോയ്സ്ചർ. അത് ബ്ലീച്ചിങ് പൗഡറിന് പോലെ തന്നെയാണ്. ഡയറക്റ്റ് എക്സ്പോഷർ ഇപ്പോൾ എയറിലും സൺലൈറ്റിലും അതുപോലെ തന്നെ മോയ്സ്ചറിലൊക്കെ ആകുമ്പോൾ ക്ലോറിൻ കണ്ടൻറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സൊല്യൂഷൻ ഷുഡ് ബി കെപ്റ്റ് ഡാർക്ക് ഡ്രൈ പ്ലേസ് ഇൻ എൻ എയർ ടൈറ്റ് കണ്ടെയ്നർ. അത് സൂക്ഷിക്കേണ്ട രീതിയാണ് പറഞ്ഞത്. നമുക്കത് ഡാർക്ക് ആയിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിലാണ് ക്ലോറിൻ സൊല്യൂഷൻ സൂക്ഷിക്കേണ്ടത്. എന്തിനാണെങ്കിൽ അതിൻ്റെ ക്ലോറിൻ കണ്ടൻറ്റ് ഈ എയറും സൺലൈറ്റും അതുപോലെ തന്നെ മോയ്സ്ചറിനൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ആ ക്ലോറിൻ കണ്ടൻറ്റ് നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് നമ്മൾ മറ്റേ ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയും. HTH എന്നാണ് അതിൻ്റെ ഷോർട്ട് നെയിം എന്ന് പറയുന്നത്. ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTH എന്ന് പറഞ്ഞാൽ ഈ കാൽസ്യത്തിൻ്റെ തന്നെ ഒരു കോമ്പൗണ്ടാണ്. അതിൽ എത്രത്തോളം ഉണ്ട്, 60 മുതൽ 70% അവൈലബിൾ ക്ലോറിനുള്ള കാൽസ്യത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ് ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ അടുത്തൊരു പേര് പറയുന്നത് പെർക്ലോറോണും കൂടെ അതിന് മറ്റൊരു പേര് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് പെർക്ലോറോൺ. ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റിൻ്റെ മറ്റൊരു പേരാണ് പെർക്ലോറോൺ എന്ന് പറയുന്നത്. മോസ്റ്റ് സ്റ്റേബിൾ ദാൻ ബ്ലീച്ചിങ് പൗഡറിനേക്കാളും കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ളതാണ് പെർക്ലോറോൺ. അതിനകത്ത് 60 to 70% ആണ് അവൈലബിൾ ക്ലോറിൻ വരുന്നത്. ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ് HTH എന്നുകൂടി അറിയപ്പെടുന്നതാണ്. ഇനി അടുത്ത് വരുന്നത് ക്ലോറിൻ ടാബ്ലറ്റ് ആണ്. എന്താണ് ക്ലോറിൻ ടാബ്ലറ്റ്? കോമൺ ട്രേഡ് നെയിം ഓഫ് ക്ലോറിൻ ടാബ്ലറ്റ് അവൈലബിൾ മാർക്കറ്റിൽ സേഫ് ക്ലോർ. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ക്ലോറിൻ ടാബ്ലറ്റുകളുടെ പേരാണ് സേഫ് ക്ലോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹലാസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് പ്രധാനമായിട്ട് പേരുകളിലാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ക്ലോറിൻ ടാബ്ലറ്റുകൾ ലഭ്യമാവുന്നത്. ഗുഡ് ഡിസിൻഫെക്ഷൻ ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ചെറിയ തോതിലുള്ള വെള്ളം ഡിസിൻഫെക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ക്ലോറിൻ ടാബ്ലറ്റുകൾ. അതിൻ്റെ കോസ്റ്റ് എന്താ വരുന്നത്? കോസ്റ്റ്ലി കമ്പയർഡ് ടു സെയിം ഓഫ് ദി അതർ മെത്തേഡ്. എ സിംഗിൾ ടാബ്ലറ്റ് ഓഫ് 0.5 gram ഈസ് സഫിഷ്യൻറ്റ് ടു ഡിസിൻഫെക്റ്റ് 20 liter ഓഫ് വാട്ടർ. ഒരു ടാബ്ലറ്റ് 20 ലിറ്റർ വെള്ളം ഡിസിൻഫെക്ഷൻ ചെയ്യാൻ 0.5 gram ഉള്ള ഒരൊറ്റ ടാബ്ലറ്റ് കൊണ്ട് ഡിസിൻഫെക്ഷൻ ചെയ്യാൻ പറ്റും. അതാണ് ക്ലോറിൻ ടാബ്ലറ്റ് കൊണ്ടുള്ള ഗുണം. ഒരൊറ്റ സിംഗിൾ ടാബ്ലറ്റ് 0.5 gram ഉള്ള ടാബ്ലറ്റ് 20 ലിറ്റർ വെള്ളം ഡിസിൻഫെക്ഷൻ ചെയ്യാൻ മതിയാവും. അതാണ് ക്ലോറിൻ ടാബ്ലറ്റ്. അടുത്ത് വരുന്നത് അയഡിൻ ആണ്. എങ്ങനെയാണ് അയഡിൻ കൊണ്ട് നമുക്ക് ഈ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുക? അയോഡിൻ ക്യാൻ യൂസ്ഡ് എമർജൻസി ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ. എമർജൻസി ആയിട്ട് വളരെ പെട്ടെന്നുള്ള ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടാണ് അയഡിൻ ഉപയോഗിക്കുന്നത്. 2 drops ആണ് ഉപയോഗിക്കുന്നത്. 2 drops of 2% ethanol solution of iodine will be sufficient of 1 liter of water. 1 ലിറ്റർ വെള്ളം ഡിസിൻഫെക്ഷൻ ചെയ്യാൻ 2% എത്തനോളുള്ള 2 ഡ്രോപ്സ് അയഡിൻ്റെ 2 ഡ്രോപ്സ് ആണ് 1 ലിറ്റർ വെള്ളം ഡിസിൻഫെക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കോൺടാക്ട് ടൈം പറയുന്നുണ്ട് 20 മുതൽ 30 മിനിറ്റ്. ആ ഒരു കോൺടാക്ട് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡിസിൻഫെക്ഷൻ സാധ്യമാകും അയഡിൻ ഉപയോഗിച്ചിട്ട് ഡിസിൻഫെക്ഷൻ ചെയ്യുമ്പോൾ. ഇനി പറയുന്നത് ഡസ് നോട്ട് റിയാക്ട് വിത്ത് അമോണിയ ഓർ അതർ ഓർഗാനിക് മാറ്റേഴ്സ് ആൻഡ് ഹെൻസ് വിൽ ബി ആക്റ്റീവ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് pH. ഹൈ കോസ്റ്റ് ആൻഡ് തൈറോയ്ഡ് ആക്ടിവിറ്റി ഈസ് മേജർ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് അയോഡിൻ. അയോഡിൻ്റെ റേറ്റ് കൂടുതലാണ്, ഹൈ കോസ്റ്റാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ളവർക്ക് അങ്ങനെ ഈ അയോഡിൻ വെച്ച് ഡിസിൻഫെക്ഷൻ ചെയ്ത് വെള്ളം ഉപയോഗിക്കുന്നത് ഹാനികരമായിട്ട് ബാധിക്കും. ഓക്കെ, അടുത്ത് വരുന്നതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ച് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Once widely used, it is no longer recommendation of water disinfection. അത് വലുതായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷൻ ചെയ്യുന്നില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ച് വൈഡ്ലായിട്ട് യൂസ്ഡ് ആണെങ്കിലും കൂടെ അതിനായിട്ട് കൂടുതലായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ച് വെള്ളം ഡിസിൻഫെക്ഷൻ ചെയ്യാൻ. അതിൻ്റെ ഗുണങ്ങൾ പറയുന്നത് പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അതുപോലെ തന്നെ ഇറ്റ് കിൽ കോളറ വിബ്രിയോസിന് വരെ അത് നശിപ്പിക്കും. ഈവൻ ദോ വെരി ലിറ്റിൽ എഫക്റ്റ് ഓൺ അതർ ഡിസീസ് ഓർഗാനിസം.
ഈവൻ ദോ വെരി ലിറ്റിൽ എഫക്റ്റ് ഓൺ അതർ ഡിസീസ് ഓർഗാൻസ്. മറ്റ് അസുഖങ്ങൾ വരുത്തുന്ന പാത്തോജനിക് ഏജൻസിനെ ഒരു വലിയ തോതിൽ നശിപ്പിക്കപ്പെടുന്നില്ല. ലിറ്റിൽ എഫക്റ്റ്, ചെറിയ തോതിലുള്ള എഫക്റ്റ് മാത്രമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെയ്യുള്ളൂ. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെങ്കിൽ അതിൻ്റെ കളറ്, സ്മെല്ല്, ടേസ്റ്റ്, ഇതെല്ലാം അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്മെൻ്റാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഉള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ടെക്നിക്കാണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. എന്തൊക്കെയാണ് അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ ചെയ്യുന്നത്? അതിനകത്ത് ജെർമിസൈഡൽ പ്രോപ്പർട്ടി ഓഫ് അൾട്രാ വയലറ്റ് ലൈസ് മേക്ക് ദ ഐഡിയൽ ഫോർ വാട്ടർ ഡിസിൻഫെക്ഷൻ. ഇറാഡിയേഷനാണ് പറയുന്നത്. ജെർമിസൈഡൽ പ്രോപ്പർട്ടി ഓഫ് അൾട്രാ വയലറ്റ് മേക്ക് ഐഡിയൽ ഫോർ വാട്ടർ ഡിസിൻഫെക്ഷൻ. നമുക്ക് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ ജെർമിസൈഡൽ പ്രോപ്പർട്ടീസിനൊക്കെ ഈ അൾട്രാ വയലറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെടും. അതെങ്ങനെ പറയുന്നത്? എത്രത്തോളമാണത് ഉള്ളത്? 120 മില്ലിമീറ്റർ തിക്ക് വെള്ളത്തിൽ പോലും 120 mm thick water is exposed to ultraviolet rays of wavelength 254 നാനോമീറ്റർ എന്ന് പറയുന്നുണ്ട്. 120 മില്ലിമീറ്റർ തിക്കിലുള്ള വെള്ളത്തിൽ പോലും നമുക്ക് ഈ അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ നമുക്ക് ഈ ജെർമിസൈഡൽ പ്രോപ്പർട്ടീസിനെല്ലാം നശിപ്പിക്കാൻ പറ്റും, ഡിസിൻഫെക്ഷൻ ചെയ്യാൻ പറ്റും. വാട്ടർ ഷുഡ് ബി ഫ്രീ ഫ്രം സസ്പെൻഡഡ് ഓർ കൊളോയിഡൽ കൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫോർ എഫിഷ്യൻറ്റ് ഡിസിൻഫെക്ഷൻ. അതിനകത്ത് നമ്മളിപ്പോൾ ഡിസിൻഫെക്ഷൻ ചെയ്യാൻ ഇപ്പോൾ അൾട്രാ വയലറ്റ് ഉപയോഗിച്ച് ഡിസിൻഫെക്ഷൻ ചെയ്യുന്ന വെള്ളം അതിനകത്ത് സസ്പെൻഡഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ഈ അൾട്രാ വയലറ്റ് വെച്ച് നമുക്ക് ഡിസിൻഫെക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെങ്കിൽ എന്തെങ്കിലും സസ്പെൻഡഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഈ റൈസ് വെള്ളത്തിൻ്റെ താഴേക്ക് എത്തുന്നതിന് തടസ്സം വരും. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ നടക്കില്ല. വാട്ടർ ഷുഡ് ബി ഫ്രീ ഫ്രം സസ്പെൻഡഡ് ഓർ കൊളോയിഡൽ കൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫോർ എഫിഷ്യൻറ്റ് ഡിസിൻഫെക്ഷൻ. നല്ലൊരു ഡിസിൻഫെക്ഷൻ നടക്കണമെങ്കിൽ വാട്ടർ അത് ഈ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിനെല്ലാം ഫ്രീ ആയിരിക്കണം. ഇറ്റ് ഈസ് എഫക്റ്റീവ് ഓൺ ബാക്ടീരിയ, ഈസ്റ്റ്, വൈറസ്, ഫംഗി, ആൽഗെ, പ്രോട്ടോസോവ എക്സെട്ര. അൾട്രാവയലറ്റിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത്, അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ ഗുണങ്ങളാണ് പറയുന്നത്. ബാക്ടീരിയയും ഈസ്റ്റും വൈറസും ഫംഗസും അതുപോലെ തന്നെ ആൽഗെ, പ്രോട്ടോസോവ ഇതെല്ലാം നല്ല എഫക്റ്റീവാണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ വെച്ച് നമുക്ക് ഡിസിൻഫെക്ഷൻ ചെയ്യുമ്പോൾ. അൾട്രാവയലറ്റ് റേസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ കോട്സ് മെർക്കുറി വേപ്പർ ആർക്ക് ലാമ്പ്. അതുപോലെ തന്നെ ഇത് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ കുറച്ച് കോസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത്. അൾട്രാവയലറ്റ് റേഡിയേഷൻ വഴി ഡിസിൻഫെക്ഷൻ ചെയ്യുന്ന സ്റ്റെപ്പുകൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പോഷർ ഫോർ ഷോർട്ട് പീരീഡ് ആൻഡ് ഇനഫ് ഫോർ എഫിഷ്യൻറ്റ് ഡിസിൻഫെക്ഷൻ. വളരെ പെട്ടെന്ന് അധികം സമയമെടുക്കാത്ത രീതിയിലാണ് അതിൻ്റെ ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. നോ ഫോറിൻ മാറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ്. വേറെ ഒരു ഫോറിൻ മാറ്റേഴ്സോ അപ്പോൾ ഈ ഡിസിൻഫെക്ഷൻ നടക്കുന്ന വഴി ഒരു ഫോറിൻ മാറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നോ ടേസ്റ്റ് ഡിഫറൻസ്, നോ ഓർഡർ ഡിഫറൻസ്, രുചിയോ മണമോ അത്തരം കാര്യങ്ങളൊന്നും വ്യത്യാസപ്പെടുന്നില്ല. ഓവർ എക്സ്പോഷർ ഡസ് നോട്ട് എഫക്റ്റ് എനിത്തിങ് ഹാംഫുൾ. മറ്റൊരു തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ വഴി ഡിസിൻഫെക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല. അതാണ് അൾട്രാ വയലറ്റ് വെച്ച് ഡിസിൻഫെക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി എന്താ വരുന്നത്? മൾട്ടി സ്റ്റേജ് റിസർവ് ഓസ്മോസിസ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറാണ്. മൾട്ടി സ്റ്റേജ് റിവേഴ്സ് ഓസ്മോസിസ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. എന്താ വരുന്നത്? മൾട്ടി സ്റ്റേറ്റ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്, ഹാർഡ്നെസ്, ഹെവി മെറ്റൽസ്, ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, സിസ്റ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൾട്ടി സ്റ്റേജ് റിവേഴ്സ് ഓസ്മോസിസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഡിസോൾവ്ഡ് സോളിഡ്സ്, ഹാർഡ്നെസ്, ഹെവി മെറ്റൽസ്, ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, സിസ്റ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടി സ്റ്റേജ് റിവേഴ്സ് ഓസ്മോസിസ് ചെയ്യുന്നത്. ഇതിനകത്ത് പറയുന്നത് എന്താണ്? ക്ലാരിറ്റി കാർട്രേജ് റിമൂവ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. അതിൽ സസ്പെൻഡഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? ഡസ്റ്റ് ഉണ്ടാവും, മഡ് ഉണ്ടാവും, സാൻഡ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ക്ലാരിറ്റി കാർട്രേജ് ഇത്തരം കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യും. ദി റിവേഴ്സ് ഓസ്മോസിസ് കാർട്രേജ് റിമൂവ് ഡിസോൾവഡ് ആയിട്ടുള്ള സോളിഡ്സ്, ഹാർഡ്നെസ്, ഹെവി മെറ്റൽസ്, മൈക്രോ ഓർഗാനിസം. ഇത്തരം കാര്യങ്ങളാണ് ഈ നമുക്ക് ഈ മൾട്ടി സ്റ്റേജ് റിവേഴ്സ് ഓസ്മോസിസ് വഴി പ്യൂരിഫിക്കേഷൻ ചെയ്യുമ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്യുമ്പോൾ സാധ്യമാവുന്നത്. അപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ സ്മോൾ സ്കെയിൽ നമ്മൾ ഹൗസ് ഹോൾഡായിട്ടുള്ള വാട്ടർ പ്യൂരിഫിക്കേഷനാണ് നമ്മൾ നോക്കിയത്. അതിനകത്ത് നമ്മൾ ബോയിലിംഗ് ടെക്നിക്ക് നോക്കി ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. പിന്നെ വരുന്നത് കെമിക്കൽ ഡിസിൻഫെക്ഷനാണ്. ബ്ലീച്ചിങ് പൗഡർ,
ക്ലോറിൻ സൊല്യൂഷൻ, ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറേറ്റ്, അത്തരം കാര്യങ്ങൾ, പൊട്ടാസ്യം അയഡിൻ നോക്കി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് നോക്കി, അത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ച് പോവുക. ചെറിയൊരു പോർഷനാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്, സിമ്പിളായിട്ടുള്ള പോർഷനാണ്. നമുക്കിനി അടുത്ത പോർഷനിലേക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.